യേശുവിലേക്കെത്താൻ നിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും പ്രയത്നമുണ്ടായിരിക്കണം. രക്തസ്രാവക്കാരി സ്ത്രീ ആ തിരക്കിനിടയിലൂടെ ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ തൊട്ടു, പ്രയത്നിച്ചു, വസ്ത്രത്തിൻ്റെ വിളമ്പിൽ തൊട്ടു, സൗഖ്യം കിട്ടി. പൊക്കക്കുറവുണ്ടായിരുന്ന സക്കേവുസ് മരത്തിൽ മുകളിലിരുന്നു, ദൈവത്തെ കണ്ടു. മരത്തിൻ്റെ മുകളിലേക്ക് കയറാനുള്ള പ്രയത്നം അവനെടുത്തു, ദൈവത്തെ കണ്ടു, ദൈവം അവനെ കണ്ടു. ഇരുവരും കൂടി ഭവനത്തിലേക്ക് യാത്രയായി. കർത്താവ് നഗരവീതിയിലൂടെ നടന്നു പോയപ്പോൾ രണ്ടന്ധന്മാർ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ, ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. അവരുടെ ആ നിലവിളി, ആ പ്രയത്നം ദൈവം കണ്ടു, അവർക്ക് സൗഖ്യം കിട്ടി. നിനക്കെപ്പോഴും പ്രയത്നം ഉണ്ടാവണം. നിന്റെ കഴിവ് കൊണ്ട്, നിന്റെ ആരോഗ്യം കൊണ്ട്, നിന്റെ ജീവിതം കൊണ്ട്, നിന്റെ ആരാധന കൊണ്ട് ദൈവത്തിലേക്ക് എത്താനുള്ളൊരു പ്രയത്നം എപ്പോഴും ഉണ്ടാകണം. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന് പറയാ. പ്രയത്നം ഉണ്ടാകട്ടെ, ദൈവത്തെ സ്വന്തമാക്കാൻ നിനക്ക് കഴിയട്ടെ.